ഇനി നമുക്ക് CPI സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരാം. CPI സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്ന് തുടങ്ങുകയാണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കെതിരായ വിമർശനങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മന്ത്രിമാർക്കെതിരെയും പൊതുചർച്ചയിൽ വലിയ രീതിയിലുള്ള വിമർശനം തന്നെ ഉയർന്നു വന്നേക്കും. പുതിയ നേതൃത്വത്തെ നാളെയാണ് തീരുമാനിക്കുക. വിവരങ്ങളുമായി സെയ്ഫ് സൈലബ്ദീനാണ് ചേരുന്നത്. സെയ്ഫ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ പൊതുചർച്ച നടക്കാൻ പോവുകയാണ്. ഓരോ വകുപ്പുകൾക്കെതിരെയും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനം തന്നെയായിരിക്കുമോ പൊതുചർച്ചയിലും ഉണ്ടാവുക? ദിവ്യ, ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടതാണ് ദിവ്യ ഇപ്പോൾ പറഞ്ഞ കാര്യം. കാരണം CPIയുടെ സമ്മേളനങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് വിമർശനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 14 ജില്ലാ സമ്മേളനങ്ങളിലും ഓരോ വകുപ്പുകളെ എടുത്തു വെച്ച് വിമർശിക്കുന്നത് കണ്ടു, മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത് കണ്ടു, CPMനെ വിമർശിക്കുന്നത് കണ്ടു. ഇന്നലെ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം അവതരിപ്പിച്ചിരുന്നു. അതിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ച ഇന്നലെ രാത്രിയോടുകൂടി പൂർത്തിയായി. ഗ്രൂപ്പ് ചർച്ചയിലാണ് ഓരോ മേഖലയിൽപ്പെടുന്ന ആൾക്കാർ എന്തൊക്കെ കുറിച്ച് സംസാരിക്കണം എന്നുള്ള ആ ഡെലിഗേഷൻ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അതിനകത്തൊരു ധാരണയായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോലീസിനെതിരായ വിമർശനങ്ങളുണ്ട്. സർക്കാരിൻ്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്തണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്. CPIയുടെ വകുപ്പുകളെ അവഗണിക്കുന്നു എന്ന കുറ്റപ്പെടുത്തലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ, പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ച പൂർത്തിയായി ഇന്ന് പൊതുചർച്ചയിലേക്ക് കടക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് വിമർശനങ്ങൾ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം ആയതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചും ഇത് നിർണായകം തന്നെയാണ്. കാരണം CPMനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, സർക്കാരിനെ എങ്ങനെയാണ് CPIയുടെ പ്രതിനിധികൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇടതുമുന്നണിയിൽ രണ്ടാമത്തെ ഘടകകക്ഷിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനങ്ങളെ CPMന് പൂർണ്ണതോതിൽ അവഗണിച്ച് കളയാനും കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, 4 മന്ത്രിമാർക്കുമെതിരായ വിമർശനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ ഉണ്ടാകും. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സംശയങ്ങൾക്ക് ഇട നൽകാതെ ഒരൊറ്റ പേരങ്ങ് പറയാം, ആഭ്യന്തര വകുപ്പ് ആണ്. ആഭ്യന്തര വകുപ്പിനെതിരെ ഉള്ള വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. മറ്റു വകുപ്പുകൾക്കെതിരെ ഉയർന്നതിനേക്കാൾ കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടായേക്കാം. മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരട് രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസ് 21 മുതൽ 25 വരെ ചണ്ഡീഗഡിലാണ് നടക്കുന്നത്. ആ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയം ഇവിടെ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഇടത് ഐക്യം ശക്തിപ്പെടുത്തണം BJPയെ നേരിടാൻ എന്നുള്ള പരാമർശമടക്കമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് വരും. ഇപ്പോൾ നാളെ ഉച്ചയോടുകൂടിയാണ് പുതിയ സംസ്ഥാന കൗൺസിലിനെ തിരഞ്ഞെടുക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി അനുസരിച്ചിട്ട് പുതിയ കൗൺസിൽ, ഇപ്പോൾ CPMനെ ആണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയാണ്, CPI സംബന്ധിച്ച് സംസ്ഥാന കൗൺസിലാണ്. കൗൺസിൽ പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. ബിനോയ് വിശ്വം തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇന്നും നാളെയും വിമർശനങ്ങളുടെ ദിനമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.